ഈ പടം ക്ലോസ് ഫ്രണ്ടായി അഭിനയിച്ചതാണ്. അങ്ങനെ അഭിനയിച്ച ഐ എം ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഫിലിം. വളരെ വേണ്ടപ്പെട്ട ആളാണ്. കഥയുടെ തുടക്കം മുതൽ ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളാണ്. എല്ലാ തിയേറ്ററിൽ പോയി പടം കാണാൻ, പാട്ടുകൾ കേൾക്കാൻ, നല്ല പടങ്ങൾ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. സൗത്ത് ഇന്ത്യ മൊത്തത്തിൽ കണ്ടിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ഇപ്പോൾ മലയാള സിനിമ മിനിമം ബഡ്ജറ്റിൽ ഇപ്പോൾ ഒരുപാട് നല്ല സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരുടെയും ഈ റെമ്യൂണറേഷൻ പോലുള്ള കാര്യങ്ങളിലൊക്കെ മലയാള സിനിമയിൽ ഒരു ലിമിറ്റേഷൻ ഇപ്പോൾ ഉണ്ടോ? അത് ഇത്തരത്തിൽ ഇങ്ങനെ പോകുമ്പോൾ മനസ്സിലായില്ല. അതായത് ഇപ്പോൾ തമിഴിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സാഹചര്യം, പക്ഷെ മലയാളത്തിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ആർട്ടിസ്റ്റിനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അതിന്റെ ഒന്നാമത് ഇവിടെ ജനിച്ചു വളർന്ന ആൾക്ക് എനിക്ക് എന്ന് പറയുന്നത് എന്റെ മണ്ണിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള സംഭവമാണ്. പിന്നെ മലയാള സിനിമ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ കൾച്ചർ തന്നെ വേറെ. മലയാള സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്ന ചില സബ്ജക്റ്റുകളുടെ സ്വീകാര്യതയും ഇതൊക്കെ ഇവിടെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ തമിഴ്നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ്. തമിഴ്നാട്ടിൽ ഞാൻ ഭാരതി സാറിന്റെ കൂടെ പടത്തിൽ വർക്ക് ചെയ്യുന്ന പടങ്ങളിൽ അവിടുത്തെ പടങ്ങളിലെ അങ്ങനത്തെ പൊളിറ്റിക്സ് എനിക്ക് സംസാരിക്കാൻ വർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ അങ്ങനത്തെ പടങ്ങൾ ഞാൻ വരുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ ഇൻഡസ്ട്രിക്കും അതിൻ്റെതായിട്ടുള്ള തനതായ സത്തുണ്ട്. അത് അനുസരിച്ച് വർക്ക് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്നത് മറ്റ് ഇൻഡസ്ട്രികളിലേക്ക് വിളിക്കപ്പെടാനൊരു കാരണമാണെന്ന് തോന്നുന്നുണ്ടോ? കാരണം മലയാള സിനിമയിലായതുകൊണ്ടാണ് മറ്റ് ഇൻഡസ്ട്രികൾ നമ്മളെ വിളിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് അത് പറയാൻ അറിയില്ല. ബിക്കോസ് എന്നെ മലയാളത്തോട് കൂടുതൽ വിളിക്കുന്നത് ഞാൻ തമിഴിലുള്ള ആളാണ്. എനിക്ക് 96 ശേഷമാണ് എനിക്ക് മലയാളം ഫ്രണ്ട് എപ്പിസോഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, മലയാളം വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു പരാതിയില്ല. ഞാൻ വർക്കുകൾ കിട്ടുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരു പ്രശ്നമില്ല. ഇനി വരാനിരിക്കുന്ന പ്രൊജക്റ്റുകൾ ഇനി വരാനിരിക്കുന്ന തമിഴ് 2 ഉണ്ട്, ഒരു ഹിന്ദി പടം ഉണ്ട്, മലയാളത്തില് മെയ്യെടുക്കുന്ന ഡയറക്ടർ അടുത്ത പടം ഉണ്ട്, തമിഴ് 2 ഉണ്ട്.